പ്രധാനമന്ത്രി നേരിട്ട് വയനാടിൻ്റെ ദുരന്തം കാണാൻ വേണ്ടി വന്നതാണ്. അത്രയേറെ ഗൗരവമേറിയ ഒരു സംഭവമായതുകൊണ്ടാണല്ലോ അദ്ദേഹം വന്നിട്ടുണ്ടാകും. അതിനെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്തതാണ്. കേരളത്തിന് എന്തെങ്കിലും സഹായം നൽകുമെന്ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും അങ്ങനെ ആലോചിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഘടകവിരുദ്ധമായിട്ടാണ് പ്രധാനമന്ത്രി പെരുമാറിയിരിക്കുന്നത്. വഞ്ചിച്ചു വയനാട്ടിലെ ജനങ്ങളെ. വഞ്ചകനായൊരു പ്രധാനമന്ത്രിയുടെ നിലപാട് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുമ്പിലേക്ക് ദുരിതബാധിതരും മറ്റുള്ളവരെ ഉൾപ്പെടെ 500 പേര് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആ സമരം ഡൽഹിയിൽ 10 പ്രതിനിധികളിൽ രാപ്പകൽ സത്യാഗ്രഹം അവിടെ നടത്തും. ഫെബ്രുവരി 10 പ്രതിനിധികളിൽ അവിടെ നടത്തും. ഇതാണ് സമരത്തിൻ്റെ ഒരു ഭാഗം. സമരത്തിന് വിപുലമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ജില്ലയിൽ 12 മുതൽ 15 വരെ പ്രചരണ പ്രക്ഷോഭ യാത്രകൾ എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരും. 19, 20 2 തീയതികളിലായിട്ട് എല്ലാ വീടുകളിലും കയറി ലഘുലേഖ വിതരണം നടത്തും. അതുപോലെ തന്നെ ഡൽഹിയിൽ സമരം നടക്കുന്ന ഫെബ്രുവരി 10 പ്രതിനിധികളിൽ വയനാട്ടിലെ പഞ്ചായത്ത് മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും രാപ്പകൽ സമരം നടക്കും. ഫെഡറൽ തത്വങ്ങളുടെ നിഷേധമാണെന്നൊക്കെ രീതിയിൽ നേരത്തെ LDFിൻ്റെ ഭാഗത്തുനിന്നൊരു പരാമർശമുണ്ടായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണണ്ടേ? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ സൗഹൃദപരമായിരിക്കണം. അത് രണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ 2 സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ കേന്ദ്രം ഈ ജനങ്ങളെയും ഒരുപോലെ കാണാൻ വേണ്ടി കഴിയണം. വിവേചനപരമായി കാണാൻ വേണ്ടി പാടില്ല. ത്രിപുരയ്ക്ക് കാശ് കൊടുത്തു, ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും കൊടുത്തു, കേരളത്തിന് മാത്രമില്ല. ആ നിലപാട് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയ വിവേചനം കേരളത്തോട് വെച്ച് പുലർത്തുകയാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിഷയം. അതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ച് ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി പാടില്ല. ജനങ്ങളെ ശിക്ഷിക്കുകയാണ്. അതുകൊണ്ട് അത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. എല്ലാം ഒരുപോലെ കാണാൻ കഴിയണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരത്തെ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സംസ്ഥാനം കൃത്യമായി സമർപ്പിച്ചില്ല എന്നൊരു ആരോപണമുണ്ട്. അതെല്ലാം കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നേരത്തെ 2 പ്രചരണം നടത്തുന്നുണ്ട് അവർ. ഒന്ന് കണക്കുകൾ സമർപ്പിച്ചില്ല, മറ്റൊന്ന് ഇവിടെ കരുതൽ പണം കൊടുത്തിട്ടുണ്ട്, അതെടുത്ത് ചെലവഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വയനാട് ദുരന്തം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പണം അവിടെ കിട്ടും. അത് കേരളത്തിലാകെ ഇടിമിന്നലേറ്റ് ഒരാൾ മരിച്ചു പോയാൽ, വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയാൽ ഈ പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാം. ഇത് പ്രത്യേക സാമ്പത്തിക സഹായമാണ് ആവശ്യപ്പെടുന്നത്. ആ സഹായം തരുന്നതിനുള്ള നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. പിന്നെ കണക്ക് കൊടുത്തില്ല പറഞ്ഞാൽ മുഖ്യമന്ത്രി നേരിട്ട് ചെന്ന് കണ്ടിട്ടുണ്ട്, നിവേദനം കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ നോംസ് അനുസരിച്ചുള്ള കണക്ക് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തെറ്റായ പ്രചരണ മേഖലകൾ. ഇനി ഞങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കുക, വാദത്തിന് വേണ്ടി കൊടുത്തില്ല എന്നുള്ള കാര്യം തെറ്റായ പ്രചരണം. കേന്ദ്രം ഇവിടെ വന്ന് പരിശോധിച്ചു പോയില്ലേ? അവർ ഗവേഷണം നടത്തിയത് കൊടുക്കാതിരിക്കാനാണോ അതോ ആളെ സഹായിക്കാനാണോ? അത് പറയേണ്ടത് കേന്ദ്രമാണ്. ഇവിടെ സഹായിക്കാനല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വഞ്ചനാപരമായ പ്രവർത്തനത്തെ ന്യായീകരിക്കാനും രാഷ്ട്രീയമായി തിരിച്ചുവിടാനുള്ള ബോധമായ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 47 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അത് മാത്രമല്ല അവരുടെയൊക്കെ DNA ഫലവുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അപ്പോൾ നേരത്തെ ഈ 47 ആളുകളെ മരിച്ചതായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അവരുടെ ആശ്രിതർക്ക് അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യം കിട്ടുമല്ലോ. അതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് ഒരു അമാന്തം? അത് നയപരമായി സ്റ്റേറ്റ് സർക്കാർ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഒരാളെ കാണാതായി കഴിഞ്ഞാൽ നയപരമായ തീരുമാനമെടുത്ത്, അപ്പോൾ ബന്ധുക്കൾ അവരുടെ യോഗം ചേർന്നപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരണമെന്നൊരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അവരുടെ ബന്ധുക്കളുടെയും കൂടി അഭിപ്രായമൊക്കെ ആരാഞ്ഞ് തീർച്ചയായിട്ടും അവരെ ഇനി നഷ്ടപ്പെട്ടതായി കണക്കാക്കി അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. ബാക്കിയുള്ളവർക്കെല്ലാം കൊടുത്തല്ലോ. ഈ 47 കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് വൈകുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഈ 500ഓളം ആളുകൾ എന്ന് പറയുന്നത് ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഇവിടുന്ന് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പാർട്ടിയുടെ നേതൃത്വത്തിലാണോ തീരുമാനം? അല്ല, മുന്നണിയുടെ നേതൃത്വത്തിൽ അവരെല്ലാം ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകും. അതാ നാട്ടിലെ ജനങ്ങൾ നല്ലപോലെ സഹായിക്കില്ലേ? ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേറെന്താ മാർഗം?